ശ്രീകുമാരൻ തമ്പി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകനാണ് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. താങ്കളുമായി അത്രത്തോളം ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ച നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം മലയാളികൾക്കറിയാം. അത്രത്തോളം ആത്മസുഹൃത്തുക്കളാണ്, സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്, അനുസ്മരിക്കുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിച്ചിട്ട് 58 വർഷമായി. 1966 മുതൽ തുടങ്ങിയതാണ്. ഞങ്ങൾ അടുത്ത സഹോദരന്മാരെ പോലെ ഞങ്ങൾ രണ്ടുപേരും പെരുമാറി. അടുത്ത സുഹൃത്തുക്കളായിട്ടില്ല, എൻ്റെ സഹോദരന്മാരെ പോലെയാണ് പെരുമാറിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്ന രണ്ട് സഹോദരന്മാർ. അതുപോലെ എൻ്റെ വളർച്ചയിൽ ജയൻ്റെ വളർച്ചയിൽ ഞാനും സംതൃപ്തരായിരുന്നു. ഞങ്ങൾ പരസ്പരം എല്ലാം പറയുമായിരുന്നു. എൻ്റെ 220 പാട്ടുകളിൽ ജയൻ പാടിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഈ 2024 എൻ്റെ പാട്ടുകൾ, എൻ്റെ 3 പാട്ടുകൾ ജയചന്ദ്രൻ പാടി. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടിയല്ല. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എഴുതാത്തപ്പോഴും ഞാനും ജയചന്ദ്രനെ ഒരുമിക്കുമായിരുന്നു. പിന്നെ ഞാൻ 13 പരമ്പരകൾ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ പരമ്പരകളിലും ടൈറ്റിൽ സോങ് പാടിയിട്ടുള്ളത് ജയചന്ദ്രനാണ്. സൂപ്പർ ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രമാത്രം ദൃഢമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കണക്ക് പറയുമായിരുന്നില്ല. അങ്ങനെ പാട്ട് പാടിക്കാൻ ഞാൻ നിർമ്മാതാവ് കൂടിയാണല്ലോ. നിർമ്മാതാവും ഗായകനും തമ്മിലുള്ള ബന്ധമൊന്നും ആയിരുന്നില്ല. ഞാൻ പണം കുറയ്ക്കുകയില്ല, പക്ഷേ ഒരിക്കലും എത്രയാണ് കൊടുക്കുന്നതെന്ന് ജയൻ നോക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു 2 ജ്യേഷ്ഠാനിയന്മാരെ പോലുള്ള ബന്ധമായിരുന്നു അത്. ശ്രീകുമാരൻ തമ്പി, എനിക്ക് തോന്നുന്നു ഈ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയാണ് തോന്നുന്നു നിങ്ങൾ ഒന്നിച്ച ആദ്യത്തെ സിനിമ അല്ലേ? എങ്ങനെയാണ് ആ ഒരു ആദ്യ സിനിമയിലെ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് ഇപ്പോൾ? വളരെ വളരെ ശുഭാപ്തി വിശ്വാസമുള്ളൊരു പാട്ടായിരുന്നു. അതായത് മരുഭൂമിയിൽ മലർ വിരിയുകയോ എൻ മനസ്സിൽ മോഹം വിടരുകയോ എന്നാണ് പാട്ട് തുടങ്ങുന്നത്. അത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈണമാണ്. അപ്പോൾ ഞാനും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്ന് ഒരുക്കിയ പാട്ടാണ് ജയൻ എനിക്ക് വേണ്ടി ആദ്യം പാടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സംവിധാനം ചെയ്ത നിർമ്മിച്ച ആദ്യ ചന്ദ്രകാന്തത്തിലെ പാട്ട് സൂപ്പർ ഹിറ്റാണ്. രാജീവ് നയനെ നീ ഉറങ്ങൂ, രാഘവിലോലെ നീ ഉറങ്ങൂ എന്ന പാട്ട് MS വിശ്വനാഥൻ്റെ സംഗീതത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ദേവരാജ മാസ്റ്ററുടെ മലയാള ഭാഷ മാതകഭംഗിതൻ മന്ദഹാസ വിരിയുന്ന പാട്ട്, ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത, ഹൃദയേശ്വരീൻ്റെ നെടുവീർപ്പിൽ ഞാനൊരു മധുരസംഗീതം കേട്ടു എന്നുള്ള പാട്ട്. ദേവരാജ മാസ്റ്റർ ഞാനും കൂടെയുള്ള ഒരുപാട് പാട്ടുകൾ, ഉത്സവ കുടിയേറ്റ കേളി എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ, ചഞ്ചലമിയൊരു കവിത, അതിൽ അഞ്ജനം അലങ്കാരമായി. അങ്ങനെ ഞാനും ദേവരാജ മാസ്റ്റർ ചെയ്ത അനവധി പാട്ടുകൾ, ഞാനും രൂപവതി നിന്റെ രുചിരാധൻ ഒരു രാഗപുഷ്പമായി വിടർന്നു. അതുപോലെ ഞാനും അർജുനൻ ചെയ്ത അനവധി പാട്ടുകൾ, മല്ലികപ്പൂവിൻ മധുരഗന്ധം, മംഗലപ്പാരതൻ പൂമണമൊഴുകി, അങ്ങനെ എത്ര പാട്ടുകൾ. അതെ, 200-ലധികം പാട്ടുകളാണ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചത്. അദ്ദേഹം പാടുമ്പോൾ ഈ അർത്ഥങ്ങൾ, വാക്കുകളുടെ അർത്ഥം പോലും ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായി പാടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. താങ്കളുടെ ആ രചനകൾ, താങ്കളുടെ ആ വരികളൊക്കെയും അത്രത്തോളം ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പാട്ടുകളും അദ്ദേഹം അതിമനോഹരമാക്കിയതല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംഗീതത്തോട് അത്രമാത്രം അഭിനിവേശം ഉണ്ടായത്. അതായത് സംഗീതം ഒരു തപസ്യായിരുന്നു ജയൻ ക്ലാസിക്കലൊന്നും അധികം പഠിച്ചിട്ടില്ല, പക്ഷേ ക്ലാസിക്കൽ പാട്ട് പാടുമായിരുന്നു. വേണമെങ്കിൽ ക്ലാസിക്കൽ പാടാമായിരുന്നു. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും അർജുന മാസ്റ്ററുടെയും സെമി ക്ലാസിക്കൽ പാട്ട് എത്രയോ എണ്ണമാണ് ജയചന്ദ്രൻ പാടിയിരിക്കുന്നത്. അപ്പോൾ സംഗീതം ജന്മന ഒരു ഗായകനാണ് ജയചന്ദ്രൻ. പഠിച്ച പാട്ടുകാരനാളല്ല, ജന്മന ഒരു ഗായകനാണ്. താളബോധവും ശ്രുതിശുദ്ധിയുമുള്ള നല്ല ഭാവത്തിൽ പാടുന്ന പാട്ടുകാരായിരുന്നു ജയചന്ദ്രൻ. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ യേശുദാസ് എന്ന ഒരു ഗാനഗന്ധയുടെ താഴെ, ഒരു വലിയ ആൽമരത്തിന് താഴെ മറ്റൊരു ആൽമരത്തിന് വളരാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ജയചന്ദ്രൻ വളർന്നു. അത് തന്നെ ജയചന്ദ്രൻ്റെ മൂല്യത്തിന് മറ്റൊരു ഉദാഹരണം ആവശ്യമില്ല, മറ്റൊരു തെളിവ് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി അദ്ദേഹം ആർക്കു മുന്നിലും താഴാത്ത ഒരു കർക്കശക്കാരനായ ഒരു വ്യക്തിത്വത്തിനുടമയാണെന്ന് കേട്ടിട്ടുണ്ട്. താങ്കളുടെ ആ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ്? കാരണം അദ്ദേഹം അവസരങ്ങൾ തേടി ആർക്കു മുന്നിലും ഇതുവരെയും പോയിട്ടില്ല. എല്ലാ അവസരങ്ങളും അദ്ദേഹത്തെ തേടി വന്നതാണ് ശ്രീ MG ശ്രീകുമാർ അല്പസമയം മുമ്പ് അനുസ്മരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവക്കാരാണ്.
അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുകയും ചെയ്യാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. കാരണം തകർന്നു പോയ ജന്മിത്വത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾ രണ്ടുപേരും. അതിൻ്റെ ചില ദോഷങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. മനസ്സിൽ തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയും, പെട്ടെന്ന് ദേഷ്യം വരും. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുണമോ ദോഷമാണ്. പക്ഷേ ഈ ഗുണവും ദോഷവും വെച്ചാൽ ഞങ്ങൾ ഇത്രയും കാലം 58 കൊല്ലക്കാലം ഒരുമിച്ച് സഹകരിച്ചതും സിനിമാ രംഗത്ത് ഇത്രയും വളർന്നതും അത് മറക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ സ്വഭാവം ഒരിക്കലും ഞങ്ങൾക്ക് ദോഷം ചെയ്തിട്ടില്ല. കുറച്ച് പടങ്ങൾ കുറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പാട്ടുകൾ കുറച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളായി തന്നെ ഇൻഡസ്ട്രി നിലനിന്നു. ഞങ്ങൾ ഒരിക്കലും ആരുടെയും കാല് പിടിക്കാൻ പോയില്ല, ആർക്കും വേണ്ടി ശുപാർശ ഇത് ചെയ്യാൻ പോയിട്ടില്ല, വിടുപണി ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങൾ തലയുയർത്തി തന്നെ നിന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാം. ഞാനും ജയനും തലയുയർത്തിയാണ് സിനിമയിലേക്ക് നിന്നത് ഇത്രയും കാലം. അതെ, ഏതായാലും വളരെയധികം നന്ദി ശ്രീകുമാരൻ തമ്പി സാർ, ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി.